നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളിൽ വലിയ തോതിലുള്ള ആഭ്യന്തര കലാപം നടക്കുകയാണല്ലോ. ജെൻ സെഡ് അഥവാ ജെൻസി എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. പൊതുവെ പുറത്തേക്ക് പറഞ്ഞു കേൾക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ നിരോധിക്കപ്പെട്ടതിൻ്റെ പ്രകോപനം മൂലം യുവതലമുറ, യങ് ജനറേഷൻ സർക്കാരിനെതിരായി തിരിഞ്ഞ അത് വളർന്നു വലുതായ ഒരു കലാപമായി മാറിയതാണ് നേപ്പാളിലെ പ്രശ്നം എന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. അതായത് സോഷ്യൽ മീഡിയയിലൂടെ സർക്കാരിനെതിരായ ജനരോഷം ജനങ്ങൾ പ്രകടിപ്പിക്കുകയുണ്ടായി. അതിന് പരിഹാരം കാണുന്നതിന് പകരം അതിനെ അടിച്ചൊതുക്കുന്നു എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെ സർക്കാർ നിരോധിച്ചു. അതിന് പറയുന്ന രജിസ്ട്രേഷൻ സംബന്ധമായ കാരണങ്ങൾ വേറെ ഉണ്ടെങ്കിലും ഇവിടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അടച്ചുപൂട്ടിയതിൻ്റെ വിരോധം മാത്രമല്ല അവിടുത്തെ യുവജനങ്ങൾക്ക് അവിടുത്തെ സർക്കാരിനോട് എന്ന് കാണാൻ പ്രയാസമില്ല. കാരണം ഒരു സർക്കാർ, അത് ഏത് തരത്തിലുള്ള സർക്കാരായിക്കോട്ടെ, ഏത് തരം രാഷ്ട്രീയ പശ്ചാത്തലമുള്ള സർക്കാരായിക്കൊള്ളട്ടെ, അത് ജനങ്ങളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് ജനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടാൽ, ജനങ്ങളുമായി സംവദിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഇല്ലായ്മ ചെയ്താൽ ജനങ്ങളും സർക്കാരും രണ്ടു വശത്തായി തീരും. സ്വാഭാവികമായും ജനങ്ങൾക്ക് സർക്കാരിനെ അറിയിക്കാനുള്ള കാര്യങ്ങൾക്ക് അവർ മറ്റ് മീഡിയകൾ തേടിപ്പോവും. അതിലൊന്നാണ് സിവിൽ വാർ അഥവാ ആഭ്യന്തര കലാപം. സർക്കാരുകളോട് പ്രോപ്പർ ചാനലിൽ സംവദിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്ന സമൂഹങ്ങൾ സിവിൽ വാറിലേക്ക് എടുത്തെറിയപ്പെട്ട ചരിത്രം ഈ നേപ്പാളിലേത് മാത്രമല്ല. കാരണം പരിപൂർണമായും ഭരണവർഗം പൊതുജനങ്ങളിൽ നിന്ന് അകലുകയാണ്. പൊതുജനങ്ങൾക്ക് ഭരണകൂടം അവരുടേതല്ല എന്ന തോന്നലുണ്ടാവുകയാണ്. ആ അവസരത്തിലാണ് സിവിൽ വാർ ഇതുപോലെയുള്ള മറ്റ് വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെടുക. 18ാം നൂറ്റാണ്ടിലാണ് പൃഥ്വിനാരായൺ ഷാ എന്ന വ്യക്തി കിങ്ഡം ഓഫ് നേപ്പാൾ ഉണ്ടാക്കിയത്. ഹിമാലയ താഴ്വരയിൽ ചൈനക്കും ഇന്ത്യക്കും ഇടയിൽ കിടന്ന കൊച്ചു കൊച്ചു രാജ്യങ്ങളെ സംയോജിപ്പിച്ച് കിങ്ഡം ഓഫ് നേപ്പാൾ എന്ന രാഷ്ട്രത്തിന് രൂപം നൽകിയത് പൃഥ്വിനാരായൺ ഷായാണ്. അത് കഴിഞ്ഞ് 19-20 നൂറ്റാണ്ടുകളിൽ റാണ രാജകുടുംബത്തിൻ്റെ വാഴ്ചയായിരുന്നു. ഏറ്റവും ഒടുവിൽ ജനാധിപത്യം 20ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിലാണ് അവിടെ ജനാധിപത്യം കടന്നു വരുന്നത്. എന്നിട്ട് പോലും അവിടെ പൂർണ്ണമായ യഥാർത്ഥ ജനാധിപത്യം പരിപൂർണതയിലെത്തിയത് അതും എത്രയോ കഴിഞ്ഞ് ഏകദേശം 2008 രാജഭരണം അവസാനിച്ച ശേഷമാണ്. ഇപ്പോഴവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണമാണെന്ന് കേൾക്കുന്നു. ഏത് ഭരണമായാലും, ഏത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായാലും ജനങ്ങളുമായി അതിന് ഇഴുകിച്ചേർന്നുകൊണ്ടുള്ള ഒരവസ്ഥയിൽ മാത്രമേ ജനങ്ങളെ വരുതിയിൽ നിർത്താൻ ഭരണകൂടങ്ങൾക്കാവുകയുള്ളൂ. പട്ടാളങ്ങളോ പീരങ്കികളോ പോലീസോ ജനങ്ങളെ, അസംതൃപ്തരായ ഒരു ജനസമൂഹത്തെ വരുതിയിൽ നിർത്താനുള്ള സഹായകമായ ഘടകങ്ങളേ അല്ല എന്നുള്ളത് ചരിത്രം പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് പോലും, നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിൽ പോലും പല സംസ്ഥാനങ്ങളിലും രാജ്യമൊട്ടാകെയും പോലീസിനെയും ഗവൺമെൻറ് മെഷീനറികളെയും ഏജൻസികളെയും ദുരുപയോഗം ചെയ്തുകൊണ്ട് ജനങ്ങളെ ഒതുക്കി നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായി കാണാം. നമുക്കിതൊന്നും പുത്തരിയല്ല. എന്നിരുന്നാലും നമ്മുടെ രാജ്യം അതിൻ്റെ മഹത്തായ പല പാരമ്പര്യങ്ങൾ കൊണ്ടും ഏറ്റവും മഹത്തായ ഒരു ഭരണഘടന കൊണ്ടും
പിടിച്ചു നിൽക്കുന്നു എന്ന് വേണം കരുതാൻ. ഈയിടെ നമ്മുടെ സുപ്രീം കോടതി തന്നെ അത് അഭിപ്രായപ്പെടുകയുണ്ടായി, നമ്മുടെ മികവ് നമ്മുടെ മികച്ച ഭരണഘടനയാണെന്ന്. അതൊരു പരമാർത്ഥം തന്നെയാണ്. നമ്മുടെ പരിസരത്തുള്ള പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇപ്പോൾ നേപ്പാളിൽ ഇതിനു മുമ്പും പലതരം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. മാവോ കലാപം, അതല്ലാത്ത തന്നെ തൊഴിലില്ലായ്മയുടെയും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിൻ്റെ അഭാവത്തിലും ഉണ്ടായ പല അസംതൃപ്തികളും അവിടെ പൊതു ഗവൺമെൻറ്റിനെതിരായ സിവിൽ വാറിന് സമാനമായ അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാദ്യത്തെ കാര്യമല്ല. അത് 2008 രാജഭരണം അവസാനിച്ച് ഒരു ഫെഡറൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി മാറിയ നേപ്പാൾ 2015 പുതിയ ഭരണഘടന ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഇതുവരെയുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ നടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ആകസ്മികമായി എന്ന് പറയാനാവില്ല എങ്കിലും ഈ സിവിൽ വാറിലേക്ക് എടുത്തെറിയപ്പെട്ടിരിക്കുന്നത്. വളരെ ദരിദ്ര രാഷ്ട്രങ്ങളിൽ ഒന്നായിട്ടാണ് നേപ്പാൾ കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ പ്രധാന വിഭവ സ്രോതസ് എന്നുള്ളത് ഹൈഡ്രോ പവർ സിസ്റ്റമാണ്. അതിൻ്റെ പ്രധാന ഉപഭോക്താവ് ഇന്ത്യയുമാണ്. പക്ഷേ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ ജലവൈദ്യുതി പദ്ധതികൾക്ക് സാരമായ തകരാറുകളും അതിൻ്റെ സുഗമമായ വിതരണവും നടക്കാതെ വരുമ്പോൾ അത് ആ രാഷ്ട്രത്തെ ബാധിക്കാറുണ്ട്. ഇതിന് പുറമെ ചെറുപ്പക്കാരിൽ 20% 5-1 തൊഴിലില്ല എന്ന അവസ്ഥയും ഗവൺമെന്റിന്റെ അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും ഇതിന് ഇപ്പോഴത്തെ അവസ്ഥക്ക് കാരണമായിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. ഇവിടെ എടുത്തു പറയേണ്ടത് ഭരണകൂടത്തിൻ്റെ അഴിമതി, കൈക്കൂലി, കെടുകാര്യസ്ഥത, സ്വജനപക്ഷപാതം, ധൂർത്ത്, ആഡംബരം, ഈ കാര്യങ്ങളാണ് മറ്റേതിനേക്കാളും ഈ യുവജന സമൂഹത്തെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. പക്ഷെ അതിനെ ലഘൂകരിച്ച് അത് കേവലം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ നിരോധത്തിൻ്റെ പേരിലാണെന്നും യുവജനങ്ങളുടെ അസംതൃപ്തിയാണ്, കേവലം സാമാന്യ രീതിയിലുള്ള ഒരു അസംതൃപ്തിയാണെന്നും വരുത്തി തീർക്കുന്നത് ഭരണകൂട പരാജയങ്ങളെ മറച്ചുവെക്കാനുള്ള ഒരു സൂത്രപ്പണി മാത്രമാണ്. കാരണം ലോകത്തെവിടെയും ഭരണകൂടം അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും സ്വജനപക്ഷപാതം കൊണ്ടും മലിനമായിട്ടുണ്ടോ അവിടെയൊക്കെ ജനങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ആ ഭരണകൂടങ്ങളെ വലിച്ച് താഴെയിട്ട് അല്ലെങ്കിൽ ആട്ടിപ്പായിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് നേപ്പാളിലും നടക്കുന്നത്. നേപ്പാളിലെ ഭരണകൂടം അതിൻ്റെ പരിസരത്തുള്ള നമ്മളെപ്പോലുള്ള രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങൾക്കും മാതൃകയാകേണ്ടതാണ്. കാരണം ഒരു ഭരണകൂടം എങ്ങനെ ആയിക്കൂടാ എന്നതിൻ്റെ മാതൃകയായിരുന്നു അത്രേ നേപ്പാളിലെ ഭരണ സംവിധാനം. അത് ജനങ്ങളുമായി പൂർണ്ണമായും അകന്നു. അതേസമയം സ്വന്തം താല്പര്യങ്ങളിലും സമ്പത്ത് കൊള്ളയടിക്കുന്നതിലും അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. ഇത് ജനങ്ങളെ കുറച്ചൊന്നുമല്ല പ്രകോപിപ്പിച്ചത്. മന്ത്രിഭവനങ്ങളും പാർലമെന്റ് മന്ദിരവും സർക്കാർ ഓഫീസുകളും അഗ്നിക്കിരയാക്കുകയും പല മന്ത്രിമാരുൾപ്പെടെ ജീവന് വേണ്ടി നെട്ടോട്ടമോടുകയും ചെയ്യുന്ന ഒരവസ്ഥ എത്രമേൽ പരിഹാസ്യമാണെന്ന് കാണാം. അതിന് നേപ്പാൾ മാതൃകയായി. ഒരിക്കലും അത് സംഭവിച്ചുകൂടാത്തതായിരുന്നു. ഒരിക്കലും ഒരു രാഷ്ട്രത്തിനും ഇങ്ങനെ സംഭവിച്ചുകൂടാത്തതാണ്. പക്ഷേ ഇത് മുഴുവൻ മറ്റ് രാഷ്ട്രങ്ങളും ഇതേ വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സർക്കാരുകളും ജനകീയ സർക്കാരുകളും ചിന്തിക്കേണ്ടതാണ്. ഒരു വേള നേപ്പാളികൾ രാജഭരണത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് പോലും അഭിപ്രായപ്പെടുകയുണ്ടായി. ജനകീയ ഭരണം, ജനാധിപത്യ ഭരണം, ഭരണഘടന ഉണ്ടായിട്ടും ജനാധിപത്യ റിപ്പബ്ലിക് എന്ന പേരുണ്ടായിട്ടും ഭരണകൂടം ജനകീയമാകാത്തതിൻ്റെ പേരിൽ അവർ സ്വച്ഛാധിപതികളും സുഖലോലുപരും സത്യസന്ധത തൊട്ടു തീണ്ടാത്തവരുമാകുമ്പോൾ ജനങ്ങൾ ഭൂതകാലത്തെക്കുറിച്ച് സ്വപ്നം കാണാനും അതിലേക്ക് തിരിച്ചു പോകാനുമുള്ള വ്യഗ്രത കാണിച്ചെന്ന് വരും. ഇവിടെ ഒരു പുതിയ നേപ്പാൾ ഉണ്ടാകാൻ
ഈ ജനങ്ങൾക്ക് കഴിയട്ടെ. ഉള്ളതിനെല്ലാം തച്ച് തകർത്തെങ്കിലും പുതിയതൊന്ന് നിർമ്മിക്കാൻ പറ്റിയ സാമൂഹ്യ സാഹചര്യം അവിടെ ഇതുവരെയും ഉരുത്തിരിഞ്ഞിട്ടില്ല എന്നാണ് കേൾക്കുന്നത്. ഏതായാലും നേപ്പാളിന് ഇന്ത്യയും ചൈനയും അതിർത്തി പങ്കിടുന്ന രാഷ്ട്രം എന്ന നിലക്ക് രണ്ട് രാഷ്ട്രങ്ങളും കൈയച്ച് സഹായിക്കുന്നത് ഈ അവസരത്തിൽ അവർക്ക് ഗുണകരമായി തീരും എന്ന് കരുതാം. അവിടുത്തെ തൊഴിലില്ലായ്മക്കും ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിലുള്ള പാളിച്ചകൾക്കും അവിടുത്തെ ടൂറിസത്തിന് വലിയ വളക്കൂറുള്ളൊരു മണ്ണാണ് നേപ്പാളിൻ്റേത്. ആത്മീയ ടൂറിസം പോലെ അതീവ പ്രധാനപ്പെട്ട ടൂറിസം, ട്രക്കിംഗ്, ആത്മീയ ടൂറിസം തുടങ്ങിയ കാര്യങ്ങൾക്ക് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ നിലമൊരുക്കുന്നതിൽ ഗവൺമെൻറ്റുകൾ പരാജയപ്പെട്ടു പോയതാണ് പ്രധാന കാരണം. അതല്ലെങ്കിൽ ടൂറിസത്തിലും മറ്റ് ഹൈഡ്രോ പവർ വിതരണത്തിലും അവർക്ക് സാരമായ ധനം വിദേശത്ത് നിന്ന് സമ്പാദിക്കാനുള്ള വകുപ്പുകൾ അവിടെ സുലഭമാണ്. എന്നിരുന്നിട്ടും ഇതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ കിട്ടുന്നത് കയ്യിലാക്കി രക്ഷപ്പെടുന്നതിനെ കുറിച്ചാണ് അവിടുത്തെ ഭരണകൂടം ചിന്തിച്ചത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഏതായാലും നമ്മുടെ പരിസരത്തുള്ള നമ്മുടെ തന്നെ സർക്കാരുകൾക്ക് ഇതുപോലെ പുകയുന്ന അഗ്നിപർവ്വതങ്ങൾ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്, എല്ലാ രാജ്യങ്ങളിലുമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ കുറെ കൂടി ജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, ജനങ്ങളുമായിട്ടുള്ള ആശയവിനിമയം വിച്ഛേദിക്കാതിരുന്നാൽ, അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചെറിയ ഒരു ആത്മാർത്ഥതയെങ്കിലും കാണിച്ചാൽ ജനങ്ങൾ അടങ്ങി ഒതുങ്ങി നിൽക്കും. ഒരുപാട് സഹിക്കുന്നവരാണ് എല്ലാത്തരം ജനങ്ങളും, എല്ലാ രാജ്യത്തെ ജനങ്ങളും. എല്ലാ ജനാഭിലാഷങ്ങളെയും പൂർത്തീകരിക്കാൻ ഒരു സർക്കാരുകൾക്കും ആവില്ല, ഒരാൾക്കും ആവില്ല, എത്ര സമ്പന്നമായ രാഷ്ട്രത്തിനും ആവില്ല. പക്ഷേ എല്ലാ ബഹുജന വികാരങ്ങളെയും ആദരവോടെ കാണാൻ, സഹതാപത്തോടെ അനുതാപത്തോടെ സമീപിക്കാൻ സർക്കാരുകൾ ശ്രമിക്കണം, അവ പരിഹരിക്കാനാവില്ലെങ്കിൽ പോലും. ഇവിടെ കമ്മ്യൂണിക്കേഷൻ തന്നെ വിച്ഛേദിക്കപ്പെട്ടത് കൊണ്ടാണ് ഇത്രമേൽ ഈ പ്രശ്നം രൂക്ഷമായത് എന്ന് കാണാൻ വലിയ സാമൂഹ്യ പരിജ്ഞാനമൊന്നും ആവശ്യമില്ല. ഏതായാലും നേപ്പാളിലെ സ്ഥിതിഗതികൾ മെച്ചപ്പെടട്ടെ. ആ രാജ്യത്തിനും അവിടുത്തെ ജനതയ്ക്കും ശോഭനമായ നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കാൻ പുതുതായി രൂപം കൊള്ളുന്ന ഭരണകൂടത്തിനും അവിടുത്തെ സംവിധാനങ്ങൾക്കും ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.